സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിനിടെ ഉമ്മൻചാണ്ടിയുടെ ഫ്ലെക്സ് നശിപ്പിച്ച സംഭവത്തിൽ പ്രതികരണവുമായി ചാണ്ടി ഉമ്മൻ. കോൺഗ്രസുകാർ മനഃപൂർവ്വം ഉമ്മൻചാണ്ടിയുടെ ഫ്ലെക്സ് കീറില്ലെന്നായിരുന്നു ചാണ്ടി ഉമ്മന്റെ പ്രതികരണം. ആവേശത്തിനിടയിൽ ആരെങ്കിലും ചെയ്തതാകാമെന്നും അദ്ദേഹം പറഞ്ഞു. ചിലർ മദ്യലഹരിയിലായിരിക്കാനും സാധ്യതയുണ്ടെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരു നേതാവിന്റെയും ഫ്ലെക്സ് നശിപ്പിക്കുന്ന പ്രവണത അംഗീകരിക്കാനാകില്ലെന്നും മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കത്തിൽ പരസ്യ പ്രതിഷേധങ്ങൾ ഒഴിവാക്കാമായിരുന്നുവെന്നും ചാണ്ടി ഉമ്മൻ അഭിപ്രായപ്പെട്ടു. ഇന്നലെ വി ഡി സതീശനെ അനുകൂലിച്ച് സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ചിനിടെ KC വേണുഗോപാലിന്റെ ചിത്രത്തോടൊപ്പം ഉമ്മൻചാണ്ടിയുടെ ചിത്രവും നശിപ്പിക്കപ്പെട്ടിരുന്നു. സംഭവത്തിൽ മറ്റു പാർട്ടിക്കാർ അവസരം മുതലെടുക്കുകയാണെന്ന സംശയവും അദ്ദേഹം പ്രകടിപ്പിച്ചു. കോൺഗ്രസുകാരല്ലാത്തവരും കയറിക്കൂടുന്ന സാഹചര്യമുണ്ടെന്നും പ്രവർത്തകർ ജാഗ്രതയും സംയമനവും പാലിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. UDFിലെ എല്ലാ കക്ഷികൾക്കും അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ടെന്നും മുസ്ലിം ലീഗിന്റെ നിലപാടിനെയും അദ്ദേഹം മാനിച്ചു. എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന മുന്നണിയാണ് UDF എന്നും ചാണ്ടി ഉമ്മൻ വ്യക്തമാക്കി. ഇതിനിടെ വി ഡി സതീശനെതിരെ തിരുവനന്തപുരം നഗരത്തിൽ വ്യാപക ഫ്ലെക്സുകൾ പ്രത്യക്ഷപ്പെട്ടു. ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയവർക്ക് മാപ്പില്ല എന്ന തലക്കെട്ടോടെയാണ് ഫ്ലെക്സ്. ആർട്ടിഫിഷ്യൽ ചോയ്സിനെ കേരളം തിരിച്ചറിയുമെന്നും ഫ്ലെക്സിൽ പറയുന്നു. നാച്ചുറൽ എന്നത് വെട്ടിയിട്ടാണ് ആർട്ടിഫിഷ്യൽ എന്ന് എഴുതി ചേർത്തിരിക്കുന്നത്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള നാച്ചുറൽ ചോയ്സ് എന്ന സതീശന്റെ ഫ്ലെക്സിന് മറുപടിയായാണ് ഉമ്മൻചാണ്ടിയുടെ ചിത്രമുള്ള ഫ്ലെക്സ് KC അനുകൂലികൾ സ്ഥാപിച്ചത്. ഇന്നലെ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് നടന്ന സതീശൻ അനുകൂല പ്രകടനത്തിൽ KC വേണുഗോപാലിന്റെ ചിത്രം നശിപ്പിച്ചപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ചിത്രവും കീറിയിരുന്നു. ഇതിന് മറുപടിയായി കൂടിയാണ് KC അനുകൂലികൾ ഉമ്മൻചാണ്ടിയുടെ ചിത്രമുള്ള ഫ്ലെക്സ് സതീശനെതിരായ വാചകങ്ങളുമായി സ്ഥാപിച്ചത്. കോഴിക്കോട്ടും സതീശനെതിരെ ഫ്ലെക്സ് സ്ഥാപിച്ചു.